എന്തായാലും ഹാപ്പി ബർത്ത്ഡേ വിജയണ്ണ. ആദ്യമേ വിജയുടെ ബർത്ത്ഡേ ആയ ദിവസം തന്നെ നമ്മളത് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ വിജയണ്ണ. അപ്പം നമ്മുടെ തലപതിയുടെ വിജയ് ഹാപ്പി ബർത്ത്ഡേ വിജയണ്ണ. നമ്മുടെ തലപതിയുടെ നമ്മുടെ ബർത്ത്ഡേ ദിവസമാണ് ഇന്ന്. അപ്പോ നമുക്കൊരു വിജയ്ക്കൊരു ഹാപ്പി ബർത്ത്ഡേ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ആരംഭിക്കാം. അപ്പൊ ഇന്ന് ചെറിയൊരു ഡറോർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയൊരു വിജയുടെ അടുത്ത പടത്തിന്റെ ഒരു ചെറിയ ടീസറോ അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ, ഒരു എന്താ പറയുക, ഒരു ചെറിയ സാധനം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും കണ്ടു കാണും. വിജയുടെ പോലീസ് സ്റ്റേഷൻ, അതിനെക്കുറിച്ച് ട്രോളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. താടി മറ്റേ നമ്മളെന്തായാലും ബർത്ത്ഡേ ദിവസമായിട്ട് നോക്കുന്നത് ശരിയല്ല, ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ എന്നതുകൊണ്ടും നമ്മുടെ വിജയ് ഫാൻ, അൾട്രാ പ്രോ വിജയ് ഫാനിന്റെ റിയാക്ഷനും കൂടെ അറിയാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ. അത് വെറുതെ ഇറക്കിയതാണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ വേണ്ടിട്ടാണ്. ഇത് ഞാൻ അന്ന് സൂര്യ ഇതല്ല. ശരിക്കും ആ ടീസർ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ കണ്ടപ്പോൾ ശരിക്കും മനസ്സിൽ തോന്നിയ ഒരു കഥയാണ് കേട്ടോ. അതായത് വിജയുടെ പടം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല കഥ. ഒരിക്കലും ആരും ട്രോളാനൊന്നും വരണ്ട, വേറെ ഒന്നുമല്ല. ചിലപ്പോൾ നല്ല പടമായിരിക്കും ഉറപ്പായിട്ടും. വിജയ് എത്രയും കഷ്ടപ്പെട്ടിറക്കണോണ്ടും നല്ലൊരു പടം കൊള്ളായിരിക്കും. കാരണം ഒരു രാഷ്ട്രീയ അതിനകത്ത് കലർത്തുന്നുണ്ട് എന്നുള്ളത് ഭയങ്കരമായിട്ട് വ്യക്തമാണ്. പല പോസ്റ്ററുകളും പിന്നെ ഈ പോലീസും കൂടെ കണ്ടപ്പോൾ പറയുക കാരണമല്ല, പോലീസിന്റെ സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ താടി വെച്ചത്? വിജയ് ഫാൻ എന്ന നിലയിൽ ആൾക്കാർ കാണുമ്പോൾ മിക്കവാറും പറയാം അതൊരു സ്വപ്നമായിരിക്കണേ എന്നേ പറയുള്ളൂ. കാരണം താടി വെച്ച പോലീസ്. പിന്നെ ഈ താടി വെച്ചതിന് ചിലപ്പോൾ നാളെ ഒരു റീസൺ വരാൻ കേട്ടോ. ഈ ഹരിശ്രീ ഒരു സിനിമ പറയുന്നുണ്ടല്ലോ, അവന്റെ ബ്ലൈഡ് അലർജി ആണെന്ന്. അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ നിന്നെ കണ്ടുവിടാ, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ ശബരിമലയ്ക്ക് അതും ആവാം, പറയാൻ പറ്റില്ല അതിനകത്ത് വരുന്ന. അപ്പൊ അതും പിന്നല്ലാതെ അതിന്റെ ഒരു കഥ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞ ചിലപ്പോ ലീവിൽ ഇരുന്നിട്ട് ഇറങ്ങിയതാണെങ്കിലോ അങ്ങനെ ആവാമല്ലോ. ലീവില് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിമൂന്തം വന്നിട്ടുണ്ടല്ലോ, മറ്റേ നമ്മുടെ മാളികപ്പുറത്ത്. എന്തായാലും ഞാൻ പറയാണ്, അതിന്റെ ഒരു കഥ മിക്കവാറും സർക്കാരിനെതിരെ നിൽക്കേണ്ടി വരുന്ന ഒരു പോലീസുകാരാണ്. ജനങ്ങളുടെ കൂടെ സർക്കാരിനെതിരായിട്ട് നിൽക്കാൻ വേണ്ടി വരുന്ന ഒരു പോലീസുകാരന്റെ അവസ്ഥയും, അത് കഴിഞ്ഞ് അതിൽ നിന്ന് രാജിവെച്ച് ജനങ്ങളോട് ഇറങ്ങി രാഷ്ട്രീയത്തിൽ ഇറങ്ങി ജയിച്ച് CM അല്ലെങ്കിൽ ജയിക്കുക എന്നവരെ ആയിരിക്കും. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന നായകൻ ആയിരിക്കും ജനനായകൻ എന്നാണ് എൻ്റെ ഒരു ടോട്ടലി ഉള്ളൊരു ആലോചിച്ചിട്ട്. ഇപ്പൊ ടീസർ കണ്ടിട്ടൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല, എന്നാലും ടീസറല്ല ഇത്, പ്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല. സത്യം പറയാലോ, ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ മറ്റേ സൂര്യയുടെ ഈ പടത്തിലെ ഫൈറ്റ് ഗംഭീര ഫൈറ്റ് ആണ്. ഇടയെ പറയണല്ല, പക്ഷെ ഫൈറ്റ് സൂപ്പറാണ്. അതേപോലെ ഒരു സാധനമൊക്കെയാണ് വിജയ് ചെയ്യണമെങ്കിൽ പൊളിയായിരിക്കും പടം. പിന്നെ വിജയ് ആരാധകർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പടം കഥയില്ലെങ്കിൽ പടം ഓടും എന്നുള്ളതും കളക്ഷൻ 100% തിരിച്ചു കിട്ടും എന്നുള്ളത് 110% അഹങ്കാരവും. നമ്മളെ പുള്ളി എടുക്കുന്ന കഥയുടെ കുഴപ്പം എന്തൊക്കെയായിരിക്കാം. പടം പൊട്ടുന്നുണ്ട്. റെട്രോ അത്യാവശ്യം നല്ല പടമായിരുന്നു. കാർത്തിക് സുബ്രാജിന്റെ എന്തായാലും ഒരു മറ്റേ റീവാച്ചബിൾ അല്ലായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷെ നല്ല പടമായിരുന്നു. അത് പോട്ടെ, എന്തായാലും ഇതിന്റെ കാര്യമല്ലേ പറഞ്ഞു. എന്തായാലും നമ്മുടെ വിജയുടെ ബർത്ത്ഡേ ആയിട്ടുള്ള ഈ ദിവസം വന്ന ഈ സാധനത്തിന്റെ ഒരു ഇത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം കണ്ടിട്ടൊരു അല്ലാതെ ഇത്രയും വലിയ പടമായിട്ടും അല്ലെങ്കിൽ എന്തോ നിർത്താൻ പോണെന്നാണ് പറഞ്ഞത്. ഇനി ഉണ്ടോന്നില്ലെന്നൊന്നും അറിഞ്ഞൂടാ പടം. എന്നാലും ലാസ്റ്റ് പടമാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു പടം എടുക്കുമ്പോൾ ആ ഒരു സെറ്റപ്പിലോ അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ നാച്ചുറൽ പവറൊന്നും ഇല്ലാതെയൊക്കെ കാണിക്കായിരുന്നു എന്നൊരു അഭിപ്രായം.